ഇങ്ങനെ ഇടുമ്പോ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നമ്മളെന്തോ വലിയ സാധനം ഉണ്ടാക്കാൻ പോവാന്നൊരു ഫീൽ ഉണ്ടാവും. ഞാൻ ഇളക്കണോ? വേണ്ട, എനിക്ക് എന്തെങ്കിലും പണിതാ എനിക്ക് തരാം മോനെ. നമ്മുടെ ഗാർഡനിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത പുതിനയാണ് ഗൈസ്. ഓ, നമ്മള് വീഡിയോയിൽ കണ്ടുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ സ്മെല്ല് വേറെ ലെവൽ. അത് പൊളിച്ചു സെറ്റാ. അതാ എനിക്കൊരു ഡൗട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എരിവുണ്ട് നല്ല. പക്ഷെ സാലഡ് കൂട്ടി കഴിക്കുമ്പോ സെറ്റ് ആയിരിക്കും. പ്രമാദം ഗൈസ്, നല്ല വേറെ ലെവൽ ബിരിയാണി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ല, സത്യമായിട്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സീരിയസ്ലി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്കീസ്. നീ എന്താ ഇവിടെ? ഇത് ഒരു പുതിയ സാധനമാണ് ഗൈസ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇതെന്താണെന്നറിയോ? ഇത് ഇവന്റെ തലക്കിട്ട് അടിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇവളുടെ തലക്കിട്ട് അടിക്കാൻ പറ്റിയൊരു സാധനമാണ് ഗൈസ്. ഇതെന്താണെന്നറിയോ? ഇതെന്താ? ഇതൊരു ട്രൈപോഡാണ്. നമ്മള് ലാസ്റ്റ് വീക്ക് നമ്മളൊരു ട്രൈപോഡ് വാങ്ങി. അപ്പൊ ഇതാണ് പുതിയ ട്രൈപോഡ്. നമ്മൾ ഈ ട്രൈപോഡ് വെച്ചിട്ട് ഇനി പവർഫുൾ വീഡിയോസ് എടുക്കാൻ പോവാ അല്ലേ? നല്ല പവർ ആയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇന്നാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ശരി, നീ ഇതിന്റെ റിവ്യൂ ആയിട്ട് വന്നതാണോ? ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മള് ഇവിടെ ഗുഡ് വൈബ്സ് ഒക്കെ ഉണ്ട് നമ്മളെ ബാക്കിൽ. ഗുഡ് വൈബ്സ് ഗുഡ് വൈഫ് എല്ലാം ഉണ്ട്. എന്താ ചെറുതായിട്ടല്ലേ അടിച്ചത്? എന്താ ഡെഡ് വൈഫ് ആയ? ഇതാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് പറ. നമ്മള് ഇന്ന് ആക്ച്വലി ഹോളിഡേ ആണ്, ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ നമുക്ക് ഹോളിഡേ ആണ്. സോ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടി. കുറച്ചധികം നാളുകൾക്ക് ശേഷം നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയോണ്ട് നമ്മൾ ഇന്നൊരു കുക്കിംഗ് ചെയ്യാൻ പോകുന്നു. അല്ല ജോ? ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ്. അപ്പൊ നമ്മള് ഒരു ഈദായതുകൊണ്ട് ബിരിയാണി കഴിക്കാന്ന് ഓർത്തു. അപ്പൊ ബിരിയാണി നമ്മൾ നോർമലി കഴിക്കുന്നത് ഈ കേരള സ്റ്റൈൽ ബിരിയാണിയിൽ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചെട്ടിനാട് ആമ്പൂർ ബിരിയാണി ആക്കാം. ചെട്ടിനാട് ആമ്പൂർ ഒന്നും അല്ല, നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആക്കാന്നാണ് നമ്മുടെ പ്ലാനിങ്. അപ്പൊ മറ്റേ ബ്രിഞ്ചോൾ കറി ഉണ്ടോ? ബ്രിഞ്ചോൾ കറി ഉണ്ടോന്ന് വെച്ചാൽ നമ്മള് സാധനങ്ങൾ കറി വേണോ ചിക്കൻ കറി വേണോ? ബ്രിഞ്ചോൾ കറി ആക്കാം. എന്തായാലും ചിക്കൻ എന്തായാലും ആക്കാം. ഓക്കെ, എനിക്ക് നമ്മളത് കൺഫ്യൂഷനിലാണ്. നമ്മൾ ഏതാക്കാന്ന് പറഞ്ഞാൽ ആദ്യം പ്ലാൻ ചെയ്യാം. എന്തായാലും ബിരിയാണി തമിഴ്നാട് ബിരിയാണി ആക്കുന്നുണ്ട് അല്ലേ? തമിഴ്നാട് ബിരിയാണി നമ്മള് ബിരിയാണി ആക്കാനുള്ള പ്ലാനിലാണ്. സോ നമ്മൾ 1-2 വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കിട്ടൊന്ന് വരാം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഗീ ഇല്ലായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്യാൻ പോകുന്നു. കാർട്ടിലിട്ട് വെച്ചിട്ട് ഞാൻ ഓർത്ത് ഓർഡർ ചെയ്തു. അതൊന്ന് ജസ്റ്റ് ഓർഡർ ചെയ്യട്ടെ. അപ്പൊ മെയിൻ ഐറ്റം ഗീ ആയിരിക്കും. ബിക്കോസ് ഗീ ഗുഡ് ഫാറ്റ് ആണ് അല്ലേ? അതെ, ഗുഡ് ഫാറ്റ് ആണ്. അല്ലേ പിന്നെ ഫാറ്റേ ഇല്ലല്ലോ നമുക്ക്. ഉള്ളതെല്ലാം ഫാറ്റ് ആണ്. ബാക്കി ബാഡ് ഫാറ്റിന്റെ ഇടയ്ക്ക് കുറച്ച് ഗുഡ് ഫാറ്റ് ആണോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഫാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഗീ എന്തായാലും ഇവക്ക് വേണമെന്ന് പറഞ്ഞാൽ ഗീ ഓർഡർ ചെയ്യാൻ പോവാം. ഗീ വെച്ചാക്കാം നമുക്ക്. അപ്പൊ നീയാണോ മെയിൻ ഷെഫ് അല്ലെങ്കിൽ ഞാനാണോ? ആരേലും ആക്കാം. നമ്മള് വീഡിയോ കണ്ടിട്ട് നമ്മൾ എന്ത് ഷെഫ് വീഡിയോയില് കാണിക്കുന്നത്? നീ പച്ചക്കറി അരിഞ്ഞു തരുന്ന ആളാണോ അല്ലെങ്കിൽ ഇളക്കുന്ന ആളാണോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പച്ചക്കറി കട്ട് ചെയ്ത് തരാം. ഞാൻ എല്ലാം ചെയ്യും. എനിക്ക് എന്നെ കൊണ്ട് എല്ലാം പറ്റും. എന്നെ കൊണ്ട് പറ്റാത്തൊന്നുമില്ല. നിനക്ക് എന്തേലും പറ്റുന്നില്ലെങ്കിൽ പറ, അത് ഞാൻ ചെയ്യാം. ചുമ്മാണ്. എനിക്കോ? എന്റെ ചെരുപ്പാട് കഴുകാൻ അത് നീ കഴുകിക്കോട്ടോ. ഓക്കെ, ഞാൻ ട്രൈപോഡ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ വീഡിയോ എടുത്ത് പവർ ആക്കാൻ പോകുന്നു. പോവാ, ബാ പോയി പച്ചക്കറി അരിയടാ. ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഡെക്കാത്ലോൺ അല്ല, അജിത്തേട്ടനാണ്. ടീഷർട്ട് ഫ്രം അജിത്തേട്ടൻ, ഷോർട്സ് ഫ്രം അജിത്തേട്ടൻ. എന്റെ ഷോർട്സ് ടീഷർട്ട് എടുത്തിട്ടേക്കാണോ നീ? തല പൊളിച്ചാണല്ലോ. പണിയെടുക്കണം. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. നമ്മള് ബിരിയാണി ആക്കാൻ പോവാണ് ഗൈസ്. എന്താ വേണ്ട അറിയോ? ഗീ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഇവിടെ ഉണ്ട്. ചിക്കൻ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രീസറിൽ വെച്ചോണ്ട് നല്ല ഫ്രീസ് ആയിട്ടിരിക്കുന്നു. യെസ്, അതുകൊണ്ട് നമ്മളെ ചിക്കൻ കുറച്ച് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ, ഈ ഫാനിന്റെ ആവശ്യം. ഫാൻ എടുത്ത് കുക്കർ വേണ്ട. ആദ്യം വെജിറ്റബിൾസ് എടുത്ത് കട്ട് ചെയ്യണം. നീ ഒരു അസിസ്റ്റന്റ്. ഓക്കെ, നമ്മൾ വെജിറ്റബിൾസ് ആദ്യം കട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് അറിയോ? സവാള, തക്കാളി, പച്ചമുളക്, ഇതെല്ലാം. ദിസ് ഈസ് ടൊമാറ്റോ. ടൊമാറ്റോ എത്ര? 2 ആണോ? പച്ചമുളക് വേണം. 2 ടൊമാറ്റോ എടുക്കുക, ചെറുത്. പച്ചമുളക് വേണം, സവാള വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. ഇതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ ഒന്നും അറിയില്ല കേട്ടോ.
ഇഞ്ചി, വെളുത്തുള്ളി. സാധാരണ ഇതുപോലെ കുക്കിംഗ് വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഇതൊക്കെ കട്ട് ചെയ്ത് ഒരു ഷോയ്ക്ക് വെച്ചേക്കും. പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്താന്ന് വെച്ചാ നമ്മൾ 9 മണിക്ക് എണീറ്റത്. അതെ, നമ്മള് വെളുത്തുള്ളി ഇതെല്ലാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സവാള മെയിൻ തിങ്. നമ്മൾ ഇന്നലെ പോയിട്ട് സവാള വാങ്ങിട്ടോ. അപ്പൊ നമ്മളെ പച്ചക്കറി ഒക്കെ റെഡിയായി. സവാള കട്ട് ചെയ്യാല്ലേ അത്? എത്ര സവാളയാ? ഒരു 4-5 സവാള സെറ്റ് ആക്കാം. എനിക്കൊരു പാത്രം വേണം ഈ വെജിറ്റബിൾസ് ഒക്കെ കഴുകാൻ വേണ്ടിട്ട്. ആദ്യം നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ട് കഴുകണം, നല്ല വൃത്തിക്ക് കഴുകണം. നമ്മളിത് കഴുകാൻ വേണ്ടി ഒരു പാത്രം എടുക്കണം. പാത്രം എടുത്തിരിക്കുന്നു. എന്താ കഴുകണ്ടേ? ചിക്കൻ കഴുകുന്നില്ല. ചിക്കൻ കഴുകണം. എന്നാ ഞാൻ ചിക്കൻ കഴുകട്ടെ ആദ്യം. ഓക്കെ, ഞാൻ ചിക്കൻ ആയി. ഞാൻ ആദ്യം ചിക്കൻ കഴുകാൻ പോവാണ് ഗൈസ്. നമുക്ക് എന്നാ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ ഇതൊന്ന് മേക്ക് ചെയ്തിട്ട് കുക്കിംഗ് വീഡിയോയിൽ കാണുന്ന പോലെ അത്രക്കില്ലേലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഞങ്ങൾ വാങ്ങിയ പുതിയ കത്തി. ഇത് ഭയങ്കര മൂർച്ച കേട്ടോ. ഇതിന് വിചാരിക്കുന്ന പോലെ ഇല്ല. ഇത് ഭയങ്കര ഷാർപ്പാണ്. ഇത് തൊട്ടാ മുറിയും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത്. അല്ലേ അതി? പുതിയ കത്തി. നല്ല കത്തി കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലെ ഒരു മൂന്ന് കത്തിയാണ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ തന്നെ 3 കത്തി. ഇതുപോലെ ഒന്ന്, ഇതിന്റെ ഒന്ന്, പിന്നെ ഇതിന്റെ ചെറുത്. ഇത് 3 അപ്പൊ ഇത് വലുത്, ഇതിന്റെ മീഡിയം സൈസ്, ഇത് ചെറുത്. ഇതിന് നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഇതിനൊരു പൗച്ച് ഉണ്ട് ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കവറിങ് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിൽ കൈ മുറിയില്ല. ഇത് ചുമ്മാ വെറുതെ പുറത്ത് വെക്കണ്ടല്ലോ. കവേർഡ് ആയിരിക്കും. പ്രൊട്ടക്റ്റഡ് ആണ്. കത്തിയും പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളും പ്രൊട്ടക്റ്റഡ് ആണ്. അല്ലെ കത്തി എടുക്കാൻ പോകുന്ന കൈ ഉണ്ടാവില്ല. ഇത് ഭയങ്കര ഷാർപ്പാണ്. ഇപ്പൊ ഇത് നോക്കി വേണം യൂസ് ചെയ്യാൻ. ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഷോക്ക് മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ചിക്കൻ കഴുകിയിട്ടുണ്ട്. ഇനി അത് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി വെക്കാം അല്ലേ? സെപ്റ്റോയിൽ നിന്ന് നമ്മളെ ഗീ വന്നിട്ടുണ്ട്. ഗീ വാങ്ങിയിട്ട് വരാം. നമ്മുടെ ഗീ വന്നിട്ടുണ്ട്. മിൽമയുടെ ഗീ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ബൈ ദ വേ ഫസ്റ്റ് നമ്മൾ ഇതല്ലേ ഇടേണ്ടത്? ഏതാ ഇടേണ്ടത്? ഫസ്റ്റ് നമ്മള് റൈസ് നമ്മൾ ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഈ റൈസ് എടുക്കാം. നമ്മൾ എന്ത് റൈസ് ആദ്യം യൂസ് ചെയ്യുന്നത്? ബസ്മതി റൈസ്. തമിഴ്നാട് ബിരിയാണിയിൽ കണ്ടുവരുന്ന ഒരു റൈസാണ് ബസ്മതി റൈസ്. തമിഴ്നാട് തലപ്പാക്കട്ടി ബിരിയാണിയിൽ വേറെ ചെറിയ റൈസാണ് ഇടുന്നത്. അത് അവരുടെ തലപ്പാക്കട്ടി ബിരിയാണിയിൽ മാത്രം ഇടുന്ന റൈസാണ്. ബാക്കി എല്ലായിടത്തും തമിഴ്നാട് ബിരിയാണിയിൽ മറ്റേ വലിയ റൈസാണ്. അത് ബസ്മതി റൈസാണ്. അങ്ങനെയാണ് ChatGPT പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബസ്മതി റൈസ് വാങ്ങി. രാത്രി കഴിക്കും. അപ്പൊ ഇന്ന് ഫുൾ ഡേ നമുക്ക് ബിരിയാണിയാണ് ഗൈസ്. അപ്പൊ 2 ഗ്ലാസ് ഇട്ടോ. ബാക്കി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ആക്കിയിട്ട് തികഞ്ഞില്ലെങ്കിൽ പിന്നെ സീനാവും. അതെ, അപ്പൊ അഥവാ നല്ല ടേസ്റ്റ് ആയി പോയാലോ? അതെ, അതാണ് നമ്മൾക്കിപ്പോ അറിയാത്തത്. ചിലപ്പോ ടേസ്റ്റ് ആയി പോയാലോ? ബിരിയാണി ആയാ മതിയായിരുന്നു. സ്മെല്ലൊക്കെ ഉണ്ട്. ബസ്മതി റൈസ് ആണോ? ചെറിയൊരു മണം. പക്ഷെ മറ്റേ നമ്മുടെ വേറെ അരിയില്ലേ, എന്തായിരുന്നു നമ്മള് കേരള സ്റ്റൈൽ ബിരിയാണിന്റെ അതിന്റെ പേരെന്താ? കൈമ. കൈമേന്റെ മണം അത്ര വരില്ല കേട്ടോ. ബസ്മതിക്ക് ഒരു ചെറിയ മണം. കൈമ വേറെ സ്റ്റൈലാ. ചിക്കൻ കഴുകിയിട്ട് നമുക്ക് കുതിർത്ത് വെക്കാം. ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കാം. നമ്മള് പച്ചമുളക്, ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി വെച്ചിട്ട് എന്താക്കാൻ പോകുന്നത്? അത് അടിച്ചെടുക്കാൻ പോകുന്നു. അതെ, നമുക്കിത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു വീഡിയോയിൽ കണ്ടത് കേട്ടോ. അപ്പൊ നമ്മളിത് പേസ്റ്റ് ആക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കണോ? വേണ്ട, ചുമ്മാ അടിച്ച് പേസ്റ്റ് ആക്കിയാൽ മതി. അപ്പൊ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ട് നമ്മൾ പേസ്റ്റ് ആക്കാൻ പോകുന്നു. മിക്സിയിലിട്ട് ഇത് നോക്ക്, പച്ച കളറിൽ വന്നേക്ക്. ഇന്ന് തീരെ എരിഞ്ഞിട്ട് നമ്മൾ പുകയും തോന്നിട്ടോ. ആണോ? ഓക്കെ, അപ്പൊ നമ്മള് ഓൾറെഡി നമ്മൾ റൈസ് എടുത്തകത്ത് വെച്ചിട്ടില്ലേ? ചിക്കൻ കഴുകി, പച്ചക്കറി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ട് ഇനി പച്ചക്കറി മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തുടങ്ങാല്ലേ? യെസ്, നമ്മളെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തു ഗൈസ്. സവാള കട്ട് ചെയ്തു, ടൊമാറ്റോ, തക്കാളി കട്ട് ചെയ്തു. ഇനി ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കല്ലേ? നേരെ പോലെ ബിരിയാണി ഒക്കെ അല്ലേ? ഗ്യാസ് ഒക്കെ ഉണ്ടോ? അതിപ്പോ ഗ്യാസ് നമുക്കൊരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ പൈപ്പ് ലൈൻ ആയതുകൊണ്ട്. അപ്പോൾ എപ്പോൾ പ്രശ്നം വരും എന്നല്ല, എപ്പോൾ വേണമെങ്കിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനുമുമ്പ് നമ്മൾ ബിരിയാണി ആക്കി കഴിഞ്ഞാൽ നമുക്ക്
രണ്ടു നേരം കഴിക്കാൻ പറ്റും. ഗ്യാസ് നിൽക്കുന്ന മുമ്പേ നമ്മൾ ബിരിയാണി ആക്കണം. ഇന്ന് നമ്മൾ മോർണിംഗ് ആര്യസിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. ആര്യസ് പോയിട്ട് നല്ല നോർമലി ഉള്ള ഒരു പ്രോസസ്സ് അല്ല, ഭയങ്കര ഡിലേ ആണ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാൻ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ അവരുടെ ആര്യസിന്റെ ഫ്രണ്ടിൽ ഫുള്ള് വിറക് അല്ലേ, അത് വിറക് ഫുള്ള് വിറക് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അപ്പൊ ഇവര് ഗ്യാസ് തീർന്നോ, ഇവരെന്താ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇവർ നോർമൽ കിച്ചൺ അകത്താണ്, ആ അകത്ത് നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നില്ല. പക്ഷെ ഭയങ്കര തിരക്കും ആൾക്കാരും, ഭയങ്കര കുറെ നേരം വെയിറ്റിങ്, കുറെ നേരം ഇരുന്നിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഡ്ഡലി കിട്ടി, പക്ഷെ ഇവരുടെ ഇത് ഒരു അരമണിക്കൂറായി വന്നില്ല. എനിക്കാണെങ്കിൽ പിന്നെ എന്താ ചെയ്യണം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഭയങ്കര തിരക്കാണ്, ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. നോക്കുമ്പോൾ അവര് വേറൊരു കിച്ചൺ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിറകടുപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പാറിലൊക്കെ ആ വിറകടുപ്പിന്റെ ഒരു സ്മെല്ലില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു, വിറകിന്റെ സ്മെല്ല്. നമ്മൾ പണ്ട് വിറകിലൊക്കെ ആക്കുമ്പോ സാമ്പാറിൽ ഒരു സ്മെല്ലുണ്ടാവും, ആ ഒരു പ്രത്യേക സ്മെല്ല്. നമ്മൾ ഓയിൽ മിക്സ് ചെയ്യണം, നെയ്യ് മാത്രം ഇടാനില്ല, കുറച്ച് ഓയിൽ മിക്സ് ചെയ്യണം. അതെ, നെയ്യും ഓയിലാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. അപ്പൊ നമ്മൾ ഓയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്യാം. ഇതൊരു പുതിയ ബോട്ടിൽ കേട്ടോ, ഇത് നല്ലൊരു യൂസ്ഫുൾ സാധനമാണ്. നമ്മൾ ഇത് സ്പ്രേയും ചെയ്യാൻ പറ്റും, ഓയിൽ ഒഴിക്കാനും പറ്റും, നല്ലൊരു സാധനമാണ്. നമ്മൾ ഏതോ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക മതി. ഇത് സ്പ്രേ ചെയ്യുന്ന നല്ല രസം ഉണ്ടാവും, ഇങ്ങനെ സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് വരും. സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിട്ടോ, ഇതിടാ. ചെറിയ സാധനം ഇല്ലായിരുന്നോ, ഒരു സ്റ്റാർ ഷേപ്പിലുണ്ടാവില്ല, അതില്ലേ? ഒന്നുകൂടെ ഇട്ടോ. ഇപ്പൊ തന്നതോ? ഗ്രാമ്പ്. ഇതൊരു പുതിയ സാധനം കേട്ടോ, ഇത് ഇവളാണ് വാങ്ങിയത്. ഇത് എനിക്ക് അത്ര ഓക്കെ ആണ്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് ഭയങ്കര യൂസ് ചെയ്യുമ്പോ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, നല്ല സുഖമാണ്. അതെ, നല്ല സുഖമാണ്. നീ യൂസ് ചെയ്യുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നല്ല സുഖം എന്ന് പറഞ്ഞിട്ട്. ചടപ്പിച്ചോ? തടിയുടെ ആണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ട് ആയിരിക്കും. അടുത്തത് സവാളയല്ലേ? സവാള ഇടണം. സവാള ഇട്ട് കുറച്ച് ഉപ്പിടുക. സവാള ഗോൾഡൻ കളറായി. നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് സാധനം ഇടാൻ പോകുന്നത് എന്താ? ടൊമാറ്റോ. നമ്മളടുത്ത് ടൊമാറ്റോ ആണ് ഇടാൻ പോകുന്നത്. ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്യണം. ആ ടൊമാറ്റോ എവിടെ വെച്ചേക്കുന്നത്? ബോക്സിൽ കുറച്ച് ടൊമാറ്റോ ഉണ്ട്, അത് ഇതിൻ്റെ അകത്ത് ഇടാം. എന്നിട്ട് അതും ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുറച്ച് പൊടി ഇടാൻ. പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ചിക്കനൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കണം. കേടൊക്കെ ഇടണം. ഇതെന്താ, നീ എന്താ അത് ആക്കുന്നത്? ഇതെന്താ? പച്ചമാങ്ങയാ? മാങ്ങാച്ചാറ് ഇവളുടെ മെയിൻ ഡിഷ് ആണ് കേട്ടോ. അതെ, ഇവള് കഴിഞ്ഞ ദിവസം ഒരു മാങ്ങാച്ചാറാക്കി. എന്നിട്ട് ഇവര് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് അത് ഇവള് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത. എന്നിട്ട് അത് ഫുള്ള് ആ കുപ്പിയേ തീർന്നു അല്ലേ? അതെ, മാങ്ങാച്ചാറ് ഫുള്ള് തീർന്നു. ഇതെന്ന് വെച്ചാൽ ഇവള് റോ ആയിട്ട് ആക്കിയത്. നമ്മള് നാടനായിട്ട്, നമ്മള് പണ്ടൊന്നും മിക്സ് ചെയ്യാണ്ട് ഇങ്ങനെ അച്ചാറിന്റെ പൊടിയൊന്നും ഇടാണ്ട്, അച്ചാർപ്പൊടി വിനാഗിരി ഒന്നും ഇടാണ്ട് സിമ്പിൾ ആയിട്ട് ഒരു സാധനം ആക്കി. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അതില് ഞാൻ ഓയിലും കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അച്ചാർ പൊടി പിന്നെ എസൻസ് അതൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ സീനില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ അച്ചാറ് തീർന്നപ്പം അടുത്ത അച്ചാറാക്കാൻ വേണ്ടിട്ട് ആള് റെഡി ആയിട്ട്. എനിക്ക് ബിരിയാണിന്റെ കൂടെ കഴിക്കാൻ ഒരു നല്ല ഹോം മെയ്ഡ് അച്ചാർ വേണം. നല്ലായിരിക്കും. എങ്ങനെയാവോന്ന് അറിഞ്ഞൂടാ, ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നിനക്ക് ഇഷ്ടമല്ലേ മാങ്ങാച്ചാറ്? എനിക്കിഷ്ടം. എനിക്ക് നല്ല നാടൻ മാങ്ങാച്ചാറ്, മറ്റേ പച്ചമാങ്ങയില് എന്തോ ഒരു ഫീലാ അത് കൂട്ടി കഴിക്കുമ്പോ. നമ്മള് വീട്ടിലാക്കിയ ഒരു സാധനം കഴിക്കുമ്പോ നല്ല ടേസ്റ്റ്. നമ്മളിപ്പം മസാല ഇടാൻ പോകുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്. എന്താ ഇത്? മുളക് പൊടിയാണോ? മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി അല്ല, മഞ്ഞപ്പൊടി. അത് മഞ്ഞപ്പൊടി കുറച്ചിട്ടു. ഇത് മുളക് പൊടി കുറച്ച് മതിയാവും അല്ലേ? പിന്നെ മറ്റേ ഗരം മസാല. മുളക് ഒരു സാധനല്ലേ? മുളക് മറ്റേത് ഏതാ? മുളക് ഇതാക്കി വെച്ചില്ലേ? അതിടണം. ജിഞ്ചർ. ആ സാധനം നമ്മള് പച്ചമുളക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ച സാധനം. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, പുതിയൊരു സാധനം കേട്ടോ. അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടോ. ഇതും കൂടെ ഇട്ട് എല്ലാം മിക്സ് ചെയ്യാം.
നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബിരിയാണി ആക്കുന്നത്. അവർ ഫസ്റ്റ് ട്രൈ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. സ്റ്റൈലാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആയിട്ട് ആക്കുമല്ലേ നീ? കോഴിക്കോടിലെ മെയിൻ ക്രീമാണ്. അതല്ല, എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് തമിഴ്നാട് ബിരിയാണി ഇത് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല നമ്മള് കഴിക്കാന്നല്ലാണ്ട്. മറ്റേത് അറ്റ്ലീസ്റ്റ് ആ ബിരിയാണി ഇല്ലേലും ആ ചിക്കനൊക്കെ നമ്മള് സെപ്പറേറ്റ് ആക്കുന്നതാ. ഒന്നിച്ചാക്കുന്നതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. എന്തൊക്കെയോ സ്മെല്ല് വരുന്നുണ്ട് പക്ഷെ ഉണ്ടല്ലേ? എന്തൊക്കെയോ സ്മെല്ല് ശരിയാവുമായിരിക്കും. ശരിയാവും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. ഇതിന്റെ ഈ മസാലയുടെ കൂടെ ചിക്കൻ. എന്താ വെയിറ്റ് ഉണ്ടോ? ഞാൻ ഇടണോ? ഓ, ഇങ്ങനെ ഇടുമ്പോ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നമ്മളെന്തോ വലിയ സാധനം ഉണ്ടാക്കാൻ പോവാന്നൊരു ഫീൽ ഉണ്ടാവും. ഞാൻ ഇളക്കണോ? വേണ്ട, എനിക്ക് എന്തെങ്കിലും പണിതാ എനിക്ക് തരാം മോനെ. അപ്പൊ നമ്മള് ചിക്കൻ ഇട്ട് ഇത് ഫുള്ള് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. അതിന്റെ കൂടെ ഉപ്പിടും. പിന്നെന്താ കുറച്ച് ലീവ്സ് ഇടും. അത് കഴിഞ്ഞിട്ടാണ് ചോറ് നമ്മുടെ റൈസ് അതിൻ്റെ അകത്ത് ഇടുന്നത്. അതാണ് പ്രോസസ്സ്. ഇനി നമ്മൾ ലീവ്സ് ഒക്കെ ഇടണം. നമുക്ക് ലീവ്സ് പുതിന ഉണ്ട്. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത പുതിന ഉണ്ട്. ആ പുതിന ഞാൻ എടുക്കാൻ പോകുന്നു ഗൈസ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് പുതിന എടുത്തിട്ട് പിന്നെ വേറെ കുറച്ച് മല്ലിയിലൊക്കെ ലീവ്സ് ഇട്ടിട്ട് ഇതാണ് പുതിന. അപ്പോൾ ഇതിന് ഒരു തണ്ട് അങ്ങനെ പൊട്ടിച്ചെടുക്കുക. അയ്യോ പോയി. എന്നിട്ട് ഇത്ര മതിയാവും തോന്നുന്നു. ഇത്രയുണ്ട്, കുറച്ചും കൂടെ എടുക്കാം. ഇങ്ങനെ നമ്മൾ പുതിന എടുത്തു. ഭയങ്കര ഓർഗാനിക് ആണ്. ഓർഗാനിക് നമ്മുടെ ഗാർഡനിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത പുതിനയാണ് ഗൈസ്. എന്താ ഇവിടെ ഇരിക്കുന്നത്? വാ, ചെയ്യണ്ടേ? വാ. ഓ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ പുതിനയ്ക്ക്. ഓക്കെ, നമുക്ക് കുറച്ച് ലീവ്സ് ആയിട്ട് ആ ചിക്കൻ ഇങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ലീവ്സും കൂടെ നമ്മൾ മല്ലിയിലുണ്ട് ഇതെല്ലാം എടുത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ ഈ റൈസ് ഇതിലേക്ക് ഇടാൻ പോകുന്നു. റൈസിൽ ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചതാണ്. റൈസിന്റെ ഡബിൾ വാട്ടർ വെച്ചിട്ട് കഴുകി കുതിർത്ത് വെച്ചതാ. അപ്പൊ അതങ്ങനെ ഇട്ടേക്കാം. ഓക്കെ, റൈസ് ഇത് ബസ്മതി റൈസിന് 1 ഗ്ലാസ് എത്ര ഗ്ലാസ്സോ അതിന്റെ കറക്റ്റ് ഗ്ലാസ് ആണ് വെള്ളം. ഡബിൾ അല്ല. ഇപ്പൊ നീ എത്ര ഗ്ലാസ് എടുത്തു? ഡബിൾ അല്ല, 1.25 ഗ്ലാസ്. 2 ഗ്ലാസ് ആയിരിക്കും. 2 ഗ്ലാസ് വെള്ളം എടുത്തു. 2 ഗ്ലാസ് വെള്ളം എടുത്തോ? ഇല്ലല്ലോ, 2 ഗ്ലാസ് വെള്ളം എടുത്തു. ആണോ? ഓക്കെ, നമ്മൾ ഇനി ഇത് ഫുള്ള് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ വിസിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി റെഡി ഗൈസ്. ഇതിപ്പോ കാണുമ്പോ നമുക്ക് തോന്നൂല അരി മാത്രം കുറവ്, ചിക്കൻ കൂടുതലാണ്. പക്ഷെ റൈസ് ആകുമ്പോ സെറ്റ് ആയിക്കോളും. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇതിൽ ഇടേണ്ടതുണ്ട്. അജിത്തേട്ടൻ ആ ഉപ്പൊന്ന് എടുത്തിടൂ. ഓക്കെ, നമ്മുടെ ചിക്കൻ ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി വിസിലിട്ട് അങ്ങോട്ട് എടുത്താൽ മാത്രം മതി. എടുത്താൽ ചിക്കൻ ബിരിയാണി റെഡി ഗൈസ്. നോക്കി അടക്കി പ്രഷർ ഉണ്ടാവും. മേ ബി എന്ത് പ്രഷർ? ഒരു പ്രഷറും ഇല്ല. എനിക്കൊരു പ്രഷറും ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അല്ലേ? മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചു നേരം വെക്കാം. എന്നിട്ട് ഒരു വിസിൽ വരട്ടെ. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് വെക്കാം. നമുക്ക് സാലഡ് അച്ചാറാക്കണം, സാലഡ് ആക്കണം. നമ്മുടെ അച്ചാർ ആയി വന്നിട്ടുണ്ട്. വാ, എന്താ കളറ്? അതെ, കാശ്മീരി ചില്ലി. ഓ, സൂപ്പർ കളറായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇനി കഴിച്ചു നോക്കാം. ഇത് ഉപ്പൊക്കെ ഇടുന്നുണ്ട്. ഇതാണ് മെയിൻ ഷെഫ്. ഇന്ന് അച്ചാറിന്റെ ഷെഫാണ്. അച്ചാറാക്കുന്ന ഷെഫ്. ബിരിയാണിയുടെ ഷെഫ്, എല്ലാത്തിന്റെ ഷെഫാണ്. നമ്മുടെ കുക്കറിൽ ഇതുവരെ വിസിൽ വന്നിട്ടില്ല. കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിസിൽ വന്നിട്ട് വേണം നമുക്ക് വിസിൽ വന്നിട്ട് വേണം നമുക്ക് ബിരിയാണി ആവാൻ. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ സാലഡ് ആക്കി വെച്ചിട്ടുണ്ട്. സാലഡ് റെഡി ആയിട്ടുണ്ട്. ബിരിയാണി റെഡി ആവുന്നു. അച്ചാർ റെഡി അല്ലേ? ഓക്കെ, ഇനി ബാക്കി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ക്ലീനിങ് ഉണ്ട്. കുറച്ച് കഴുകി വെച്ചിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാം. ഒരു വിസിലും കൂടെ വരട്ടെ. ഒരു വിസിലും കൂടെ വരും. വിസിൽ വരാൻ പോകുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുമെന്ന്. വന്ന് പൊങ്ങി. കുറച്ച് വിട്ട്. എനിക്ക് പേടിയില്ല. എനിക്കെന്ത് പേടി? എനിക്ക് ഇത് കുക്കർ ഇഷ്ടമല്ല. കുക്കർ ഇഷ്ടമില്ല? കുക്കർ എനിക്ക് ഇഷ്ടമാണ്. കുക്കറാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആക്കാലോ എല്ലാ സാധനങ്ങളും പെട്ടെന്ന്. നമ്മൾ നിക്കണ്ടല്ലോ അവിടെ, വെച്ചിട്ട് പോയാലോ. വന്നതൊന്ന് ഓഫ് ചെയ്യുന്ന വരെ എനിക്ക് ഇത് ഇഷ്ടമല്ല കുക്കർ. പെട്ടെന്ന് ആവുന്ന മാത്രമേ ഉള്ളൂ. പെട്ടെന്നാവും. ഇപ്പൊ പൊങ്ങും തോന്നുന്നു. അതാ നമ്മളെ ഒരു വിസിൽ വന്നു. ഒരു വിസിൽ വന്നപ്പോ ഡോറൊക്കെ അടയുന്നുണ്ടല്ലോ. നല്ല കാറ്റാൻ തോന്നുന്നു. ഓക്കെ, വിസിൽ വന്നു. നമ്മളെ ബിരിയാണി ആയി. ഓഫാക്കി.
തുറന്നു നോക്കിയാൽ അറിയാം ബിരിയാണിയുടെ അവസ്ഥ എന്താന്ന്. അപ്പൊ എന്തായാലും ബിരിയാണി സെറ്റ് ആയിരിക്കും തോന്നുന്നു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ബിരിയാണിയുടെ സ്മെല്ല് വന്നിട്ടുണ്ട്. ഓ സൂപ്പർ സ്മെല്ല് വന്നിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കണം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള അച്ചാറായി, സാലഡായി. അപ്പൊ ഇനി ബിരിയാണി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ദമ്മ് പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കിയിട്ട് നമുക്ക് ബിരിയാണി. പിന്നെ ഇത് പോകുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? വേണ്ട, അതൊരു ഫീൽ. കുറച്ച് കഴിഞ്ഞ് പൊക്കാം. എന്തായാലും ഇപ്പൊ കുറച്ചു നേരം ഇരിക്കട്ടെ. ഓക്കെ. എന്താ വിസില് പൊക്കി വിടുവാണോ? വിശക്കുന്നില്ല. സമയം ഒരു 1:40 നമുക്ക് നല്ല വിശപ്പായി. നമ്മള് രാവിലെ ആര്യാസ് കഴിച്ചിട്ട് വന്നു, പക്ഷെ അത്ര ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് പോലെ മൂഡ് പോയി. നമ്മള് 1.5 മണിക്കൂർ ഇരുന്നിട്ടാണ് നമുക്ക് ദോശ കിട്ടിയത്. ഓക്കെ, അതുകൊണ്ട് വിശക്കുന്നുണ്ട്. നമ്മള് വിസില് പൊക്കി വിട്ടിട്ട് ബിരിയാണി ആയോ നോക്കാൻ പോവാണ്. അതെ, അഥവാ ആയിട്ടില്ല, വെന്തിട്ടില്ല, നമുക്ക് ഒന്നുകൂടെ വെക്കണ്ടേ, കുറച്ചൊരു സമയം എടുക്കൂലേ, നമ്മൾ തുറക്കണ്ടേ. ഓ, എന്തായാലും വെന്തിട്ടില്ലെങ്കിലും കഴിക്കാം. വിശക്കുന്നേ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. ഞാൻ തുറക്കാം. മാറി കൈമാറ്റി അത് വിട്ടോ. ഓ മോനെ സീനി, വെള്ളം പറ്റി. അത് ചെറിയ വെള്ളം അതിനകത്ത് ഉണ്ടാവും. ഓ ബിരിയാണി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ, ഈ കണ്ടിട്ട് കൊതിയാവുന്നു കഴിക്കാൻ. ഓ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂട് ബിരിയാണി കഴിക്കാൻ എനിക്ക് ഇഷ്ടം. ഓ നമ്മള് വീഡിയോയിൽ കണ്ടപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ സ്മെല്ല് വേറെ ലെവൽ. അത് പൊളിച്ചു. ചെറിയൊരു വെള്ളം വേണം എന്തായാലും. കുറെ ഡ്രൈ ആവാൻ പാടില്ല. അതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഓ നിങ്ങൾക്ക് ഈ സ്മെല്ല് വരുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ കഴിച്ചു നോക്കണം. ചിക്കനൊക്കെ നല്ല വെന്ത് അതിനകത്ത് ഇറച്ചിയൊക്കെ ഇളകി പോയിട്ടുണ്ട്. നമുക്ക് ഇനി കഴിക്കാം. മല്ലിയില എന്തോ ഇടണോ? ഒന്നും ഇടണ്ട ഇനി. അത് നമ്മൾ ഓൾറെഡി ഇട്ടു. ഞാൻ പറഞ്ഞ ലാസ്റ്റ് നമ്മൾ അടയ്ക്കൂലേ, അടച്ചു വെക്കുമ്പോ മല്ലിയില മുകളിൽ ഇട്ടിട്ട് അപ്പൊ മുകളിൽ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമ്മള് ബിരിയാണി ആയി. നല്ല സ്മെല്ലുണ്ട്. നമുക്ക് ബിരിയാണി കഴിക്കാം കേട്ടോ. ബിരിയാണി കഴിക്കാം. തമിഴ്നാട് ബിരിയാണി. ഉപ്പ് കറക്റ്റാണോ? അല്ലേ? നല്ല സെറ്റാ. അതാ എനിക്കൊരു ഡൗട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എരിവുണ്ട് നല്ല. സാലഡ് കൂട്ടി കഴിക്കുമ്പോ സെറ്റ് ആയിരിക്കും. പ്രമാദം. നമ്മുടെ ബിരിയാണി. അതെ കാണിച്ചെടുക്കേ. സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ടോ. നല്ല കാണാൻ നല്ല രസം. നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങോട്ട് ഇതുപോലത്തെ ഒരു ബിരിയാണി കഴിച്ചിട്ട് എത്ര ദിവസമായി. ഒഴിക്കങ്ങോട്ട്. കുറച്ച് അച്ചാർ എടുക്കാം. കളറുണ്ടോ? നമ്മൾ ഇത്രയും സൂപ്പർ ആയിട്ട് ബിരിയാണി വെച്ചു. സത്യം പറയല്ലേ, നമുക്കൊന്നും കാര്യമായിട്ട് ആക്കാൻ അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ ആക്കി വരുമ്പോ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. പൊളി മോനെ, വേറെ ലെവൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേറെ ലെവൽ. ആദ്യം പൊളിച്ചു. സെറ്റ്. അച്ചാറൊക്കെ അതിനേക്കാളും പൊളി. അറിയില്ല ഗൈസ്, നല്ല വേറെ ലെവൽ ബിരിയാണി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ല, സത്യമായിട്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി വേണേ ഞങ്ങൾ ആക്കി പോലെ നിങ്ങളൊന്ന് ആക്കി നോക്ക്. എന്തായാലും തമിഴ്നാട് ബിരിയാണി ബസ്മതി റൈസ് വെച്ചിട്ട് ആക്കി നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ കളറാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു നോർമൽ തമിഴ്നാട് ബിരിയാണിനേക്കാളും കുറച്ചുകൂടെ ഹൈ ആണ്, കുറച്ചുകൂടെ കളർഫുൾ ആണ് അല്ലേ. അതിന്റേതായ ടേസ്റ്റ് ഇതിനുണ്ട്. അച്ചാറൊക്കെ നല്ല മാങ്ങാച്ചാറ് വേറെ ലെവൽ. മറ്റേ പരസ്യത്ത് പറയില്ല, ഓരോ ബൈറ്റിലും ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വെന്തിട്ട് ഇത് രാത്രിക്കുള്ള ബിരിയാണി ഇവിടെ ഇത് നോക്ക്. ചിക്കൻ വെന്തിട്ട് എല്ലിന്ന് വിട്ടു പോവാ. ഫീൽ ഉണ്ടോ? രാത്രിക്കുള്ള ബിരിയാണി ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ എല്ലാം കഴിച്ചു തീർക്കും തോന്നുന്നു. വേർത്താണ് നമ്മളിത് ട്രൈ ചെയ്ത്. ഉച്ച കഴിഞ്ഞിട്ട് പടത്തിന് പോവാ. എന്തായാലും ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ കിടന്നുറങ്ങും. ആട് 3 ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3:20 അവിടെ എത്തണം. 2 മണിയായി. നമ്മൾ കഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് വേണം പോവാൻ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ്.
ഓക്കെ, നമ്മൾ ഇനി മൂവിക്ക് പോകുന്നൊന്നും കാണിക്കില്ലായിരിക്കും. മേ ബി നമുക്ക് സമയമില്ല, നമ്മൾ ഓട്ടോ ആയിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എടുത്താൽ അത് കാണിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യില്ലേ? യെസ്, ഇല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഇതുപോലത്തെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് സംസാരിക്കാനുള്ള സമയമില്ല. ഓക്കെ, നമ്മൾ ഒരു സിനിമയൊക്കെ കണ്ട്, ഐ മീൻ TV ഒക്കെ കണ്ട് ഇതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. യാ, അപ്പോൾ ഇനി അടുത്തൊരു നല്ല വ്ളോഗായിട്ട് കാണാം. അപ്പോൾ ബൈ ഗൈസ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതൊക്കെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. ബൈ.